ഹായ്, സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മിഡി പോലെ തോന്നുന്ന പലാസോ പാന്റ് അതിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് ഫ്രണ്ട് ഭാഗം പീസാണ്. രണ്ട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ എടുത്ത് ഇത് രണ്ട് ബാക്ക് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടു. ബാക്കിന് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രണ്ട് ഫ്രണ്ടിന് ഇങ്ങനെ എടുക്കുക. ഫ്രണ്ടിനെ എടുത്ത് നമ്മൾ ഈ ഭാഗം റിഗാൾ ഭാഗം പറയുന്ന ഭാഗം നമ്മുടെ ജോയിൻ ചെയ്തെടുക്കുക. ഈ സൈഡ് ഭാഗമല്ല ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മള് സെന്റർ ഭാഗമാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് രണ്ടെണ്ണമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത ഭാഗം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ശ്രദ്ധ, ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇത് സൈഡ് പോകും, ഇത് സൈഡ് പോകും. ഈ ഭാഗം ചെയ്തത്. ഇനി നമ്മൾ ഇതിന് പെയിന്റ് ഇടാന് നമ്മളൊരു അളവിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ അളവിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നേരെ വെട്ടിട്ടിട്ടുണ്ട് നമ്മളിവിടെ. ഇത് സെന്റർ, ഇത് അടിക്കേണ്ട തുമ്പ്. ഇതിന് നമ്മൾ ഇനി ടേപ്പ് എടുത്തിട്ട് അളന്ന് നോക്കാം. ഒരു 4 ഇഞ്ചോളം നമ്മൾ ഉള്ളിലേക്ക് വേണം അടിക്കാനോ, ഉള്ളിൽ വേണം അടിക്കാനോ. ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ ടെക്കൊക്കെ ഇടൂലേ, ഡോർസ് ഇടുന്ന പോലെ തന്നെയാണ്. വലിയ പണിയൊന്നുമില്ല. ഡോർസ് ഇടുന്ന പോലെ ഉള്ളിലേക്ക് ഡോർസ് ഇട്ടു. അത് ഉള്ളിൽ പോവും. ഇതാണ് സൈഡ്. ഇവിടെ ഇങ്ങനെ ബോക്സ് പീറ്റ് ആയിട്ട് വരും. ഇതിനെ പരത്തി വെച്ചിട്ട് ഇസ്തിരി ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് പിടിക്കേണ്ടതിന്. ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുമ്പോൾ ഇത് ബോക്സ് ആയിട്ട് ഇങ്ങനെ വെക്കും. ഇതാണ് ബോക്സ് പ്ലേറ്റ്. ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് ഇതുപോലെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കുക. നാലിഞ്ച് ഉള്ളിലേക്ക് ടക്ക് ഇടുന്ന പോലെ തന്നെ ടക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ വീട്ടിൽ നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, പൊട്ടിപ്പോരാതിരിക്കാൻ. ഇതിപ്പോ ഞാൻ കാണിക്കാൻ ഒരു സ്റ്റിച്ച് ഇട്ട്. ഇതിനെ ഇങ്ങനെ പരത്തി വെക്കണം. ഇസ്തിരിപ്പെട്ടി വീട്ടിലുണ്ടെങ്കിൽ ഒരു ഇസ്തിരി ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. സെന്ററും ഒപ്പം ആയിരിക്കണം. ഈ വെട്ട് നമ്മളെ സ്റ്റിച്ചിനോടൊപ്പം വരുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഭാഗം പിടിച്ചിട്ട് ഈ സെന്ററിലെ വെട്ട് ഈ നമ്മളെ സ്റ്റിച്ചിങ് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് സെന്റർ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. അല്ല, ബോക്സ് പ്ലേറ്റ് ആയിട്ട് വരും. ഇനി നമ്മള് ഫ്രണ്ടിൽ പട്ടക്കുള്ള ഒരു പീസ് ഒട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലാത്ര 2 ഇഞ്ച് കൊടുക്കാം. 1.5 ഇഞ്ച്. 1.5 ഇഞ്ചാണ് എൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫിനിഷിങ്ങിൽ നിൽക്കുന്ന 1.5 ഇഞ്ച് പട്ട. ഇത് പട്ട ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരെ ഉള്ളിൽ പട്ടടിക്കേണ്ടത് ശ്രദ്ധിക്കുക. തുമ്പൊപ്പം വെച്ചാലും മതി. ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ എക്സ്ട്രാ പുറത്തൊക്കെ ഇട്ട് കൊടുക്കുക. അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഒരു 1/2 ഇഞ്ചില് ബാക്കിയുള്ള തുമ്പ് വെട്ടി ഒഴിവാക്കുക.
നമ്മൾ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് വീതി മതി നമുക്ക് ബാക്കിയുള്ളത് ഉള്ളിലേക്ക് കൊടുക്കാം. കട്ടിക്കനുസരിച്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ക്യാൻവാസ് വേണമെങ്കിൽ ക്യാൻവാസ് ഇട്ട് കൊടുക്കുക. ഈ വീതിക്കനുസരിച്ച് 1.5 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് വെട്ടിയിടുക. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാണിച്ചു തരാൻ വേണ്ടി ക്യാൻവാസ് ഇടുന്നില്ല. ഇതിന് ക്യാൻവാസ് കൂടെ കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. ഇതാണ് പട്ട അടിക്കേണ്ടത്. സൈഡിന് തെല്ലിനൊരടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. പട്ട വന്ന് പ്ലീറ്റ് വന്നു. ഇതൊക്കെ ഇസ്തിരിട്ട് നല്ല പ്ലീറ്റ് ആക്കി എടുക്കണം. ലാസ്റ്റ് ചെയ്താലും മതി. ഇനി ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ 2 സൈഡ് ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇപ്പൊ ഞാനൊരു സ്റ്റിച്ചാണ് കാണിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിന് അത് ഫ്രണ്ടിനെ ഇതുപോലെ തന്നെ സൈഡ് ജോയിന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഫ്രണ്ട് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തിട്ട് താഴെ ഭാഗം ഒപ്പമാക്കുക. താഴത്തുനിന്ന് അടിച്ചു കൊണ്ടുവരാൻ കുഴപ്പമില്ല. നേരെ താഴ്ന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു താഴെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇവിടെ നമ്മൾ അലാസ്റ്റിക്കിന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. കണ്ടോ, സൈഡ് ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ചെയ്ത് കൊടുക്കുക.